പതിറ്റാണ്ടിലേറെ തെന്നിന്ത്യൻ ഭാഷകളിൽ നിറഞ്ഞുനിന്ന് പ്രകാശം പരത്തുന്ന നിരവധി കഥാമുഹൂർത്തങ്ങളെ ബാക്കിയാക്കി പൊടുന്നനെ പൊളിഞ്ഞുപോയ സർഗപ്രതിഭയ്ക്ക് JB ജംഗ്ഷന്റെ പ്രണാമം. സൗഹൃദങ്ങളല്ലാതെ മറ്റൊന്നും നേടിയിട്ടില്ലാത്ത ഈ ചിരിത്തമ്പുരാട്ടി ഇപ്പോൾ കലാലോകത്തെ കരയിക്കുന്നു. 2 വർഷം മുൻപ് JB ജംഗ്ഷനിലൂടെ തന്റെ ജീവിതകഥ കൽപ്പന പറഞ്ഞു. കൽപ്പനയോടൊത്തുള്ള JB ജംഗ്ഷനിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൽപ്പന, ജഗതിയായിട്ടുള്ള കോമ്പിനേഷൻസ് കാണുന്ന സാധാരണ പ്രേക്ഷകർ വിചാരിക്കുന്നത് അറിയോ? ഇവരൊക്കെ തമ്മിൽ എത്രത്തോളം വലിയ ആത്മബന്ധമുണ്ട്. ആത്മബന്ധം മീൻസ് അദ്ദേഹം ഇപ്പൊ നമുക്ക് വിട്ടാൽ എല്ലാവരും വിട്ടു ആത്മബന്ധം. പക്ഷേ ഇതൊരു അത്രേ ഉള്ളൂ, പ്രൊഫഷൻ. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ അഭിനയിക്കാൻ പോകുന്നു, ഏത് ബന്ധവും അവിടെ വിട്ടിട്ട് വന്നേക്കുക, വീട്ടിലോട്ട് വേണ്ട. നോക്കാം. കൂത്താട്ടുകുളം ജില്ലയിലെ, ബംഗാളിലെ കൂത്താട്ടുകുളം ജില്ല. ഇത് അദ്ദേഹമാണ് പറഞ്ഞു തന്ന പാട്ട്. അത് കേട്ടെന്തോ മോട്ടിച്ചിട്ട് പോയല്ലേ? ചെരുപ്പ് മോഷണ ഫാമിലിയാണ്. മറ്റേ വൈഷ്ണവ ജനതോ പറഞ്ഞു തന്ന അദ്ദേഹമാണ്. അദ്ദേഹമാണ് പറഞ്ഞത് എന്ത് പാട്ട് പാടും എന്ന് പറഞ്ഞു. ശശിയേട്ടനാണ് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. വൈഷ്ണവ ജനതോ ഇങ്ങനെ തന്നെ പാടാൻ അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ തന്നെ താന്ന ഒരുമാതിരി തറ വോയിസിൽ അത് പാടാനും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു തന്നാണ് ആ പാട്ട്. കൃത്യമായിട്ട് നമ്മൾ പാടുകയും ചെയ്തു. ശബ്ദത്തിന്റെ മോഡുലേഷനൊക്കെ ആ രീതിയിലാക്കി. അതേപോലെ അങ്ങനെ പാടില്ല. വൈഷ്ണവ ജനത്തോ തേര് അത് വേണ്ട, വൈഷ്ണവ ജനത്തോ അങ്ങനെ തറ കേട്ടാലൊരാള് വന്ന എന്തെങ്കിലും തരണം. ആ ലെവലിൽ താഴ്ന്ന് പാടാൻ പറഞ്ഞു. അതിന്റെ പോകുമ്പോ പറഞ്ഞു, കൊച്ചെ ഡബ് ചെയ്യുമ്പോ നീ അങ്ങനെ തന്നെ ഡബ് ചെയ്തേക്കണേന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെ ശശി തിരക്കഥ രചിച്ച ചിത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയിട്ടുള്ളത് കൽപ്പന തന്നെ മുഴുനീള കോമഡി രംഗങ്ങൾ കൈകാര്യം ചെയ്ത കുടുംബക്കോടതി എന്ന ചിത്രമാണ്. ഏതാണ്ട് നായികാ പ്രാധാന്യം കൽപ്പന തന്നെയാണ് അതിൽ നായിക. ആ ചിത്രമാണ് എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്നത്. പിന്നെ പിടക്കോഴി കൂകുന്ന നൂറ്റാണ്ട് എന്ന ചിത്രം, കൽപ്പനയും ഉർവശിയും പ്രധാന കഥാപാത്രങ്ങളായിരുന്ന ആ ചിത്രത്തിൽ എഴുത്തുകാരൻ്റെ മനസ്സറിഞ്ഞ് നർമ്മബോധം ഉള്ളിലുള്ള ഒരു നായികയ്ക്ക് മാത്രം കൈയാളാൻ കഴിയുന്ന വിധം ഏറ്റവും സരസമായാണ് കൽപ്പന ആ ചിത്രത്തിലെ കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഫീൽഡിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കടപ്പാട് എന്നൊക്കെ പറയത്തില്ലേ ജോണി, അങ്ങനെ ബ്രിട്ടാജി ആരുമായിട്ടും അങ്ങനെയില്ല. അങ്ങനെ ഒരു ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ നാന ഗ്രൂപ്പുമായിട്ടാണ്. പിന്നെ എനിക്ക് കടപ്പാടുള്ള ഏക വ്യക്തി ശശിയേട്ടൻ മാത്രമാണ്. ശശിധരൻ ആറാട്ടുവഴി. എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് വിഷമം വരും. കാരണം ചേട്ടനുമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത എല്ലാ ഇതും ഹിറ്റ് ഫിലിമായിരുന്നു. പൊരുത്തമാണ് ഞങ്ങൾ തുടങ്ങിയത്. പിന്നെ അങ്ങ് ചോദിച്ച ആ പടങ്ങൾ തന്നെ CID ഉണ്ണികൃഷ്ണൻ BA പിന്നെ ഞാൻ ഹീറോയിനായ കുടുംബക്കോടതി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് മലയാളത്തിൽ അങ്ങനെ ഒരു പുന്നാരം കഴിഞ്ഞ് ചെയ്യുന്ന പടം കുടുംബക്കോടതിയാണ്. ശശിയേട്ടൻ്റെ സ്ക്രിപ്റ്റിൽ ഏകദേശം 7-8 സിനിമകളോളം ഞങ്ങൾ ചെയ്തു. അപ്പോൾ അദ്ദേഹം അർജുനൻ പിള്ളെ 5 മക്കളും അവർ 5 ആണുങ്ങളാണ്. എന്നെ പെങ്ങളെന്ന് പറഞ്ഞ് ആദ്യമായിട്ട് എന്നെ വിളിക്കുന്ന ഒന്ന് ഇദ്ദേഹവും ഒന്ന് അനിൽ ബാബുവിലെ ബാബുജിയാണ്. അപ്പോൾ ശശിയേട്ടൻ മരിക്കുന്നതിൻ്റെ കുറച്ച് നാളിന് മുൻപ്, അതാണ് നമ്മുടെ മാനസികമായ ബന്ധം എന്ന് വിട്ടാച്ചി പറഞ്ഞ, ഒരാഴ്ചയ്ക്ക് മുമ്പ് ശശിയേട്ടൻ പുന്നപ്പറയിലുള്ള ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞങ്ങൾ സ്ഥലത്തില്ല. ഞങ്ങൾ പോയ വീട്ടിൽ അദ്ദേഹം തിരിച്ച് കാറിൽ അവിടെ എത്തി. ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി വേറൊരു വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ഇദ്ദേഹം അവിടെ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് എൻ്റെ പെങ്ങളെ കാണണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ വന്നതാണ്. ചേട്ടൻ പറഞ്ഞു, എൻ്റെ അടുത്തൊരു സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നുണ്ട്, മിക്കവാറും എൻ്റെ പെങ്ങളായിരിക്കും ഒരു മെയിൻ വേഷം. കാരണം ഈ 5 ആമ്പിള്ളേർക്ക് ഞാനൊരു പെങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത് എപ്പോഴും. അപ്പം അങ്ങനൊരു ഇദ്ദേഹത്തിൻ്റെ എല്ലാ സ്ക്രിപ്റ്റും, കാരണം ഞാൻ അന്ന് സിബിയേട്ടൻ്റെ സിനിമയൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. ഒരു ഫിലിം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സിനിമ ചെയ്ത ശേഷം അവരുടെ ഒരു കൺസേണിലോട്ട് ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ അതിൽ പോലും കളിവീടെന്നുള്ള സിനിമയിൽ ഒരു സീനോ 2 സീനേ ഉള്ളൂ. ആ സിനിമയിൽ പോലും ശശിയേട്ടൻ കാരണമാണ് എന്നെ വിളിക്കാൻ കാരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയ്ക്കൊരു ഫീൽഡിൽ എനിക്ക് നിന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. പക്ഷേ എനിക്ക് നന്ദിയുള്ള, എനിക്ക് ഒരുപാട് എന്താ പറയുക, എൻ്റെ കടപ്പാട് നാഷണൽ അവാർഡിൻ്റെ പോലും കടപ്പാടെന്ന് പറയാം. തീർച്ചയായിട്ടും ശശിയേട്ടൻ ജീവിച്ചിരുന്നുവെങ്കിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ എനിക്ക് അദ്ദേഹം എഴുതിയേനെ. ഞാൻ പറഞ്ഞില്ല, എന്നെ ക്ഷണിക്കാത്ത ഡയറക്ടേഴ്സിൻ്റെ സിനിമയിൽ പോലും അദ്ദേഹമാണ് സ്ക്രിപ്റ്റെങ്കിൽ ഒരു സീനെങ്കിലും എൻ്റെ പെങ്ങളതിൽ ഉണ്ടാവണം എന്നാഗ്രഹിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം, എൻ്റെ ശശിയേട്ടൻ. അപ്പോൾ ഇപ്പോൾ ചേച്ചി ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പിടക്കോഴി കൂകുന്ന നൂറ്റാണ്ടിലും കുടുംബക്കോടതിയിലും ഇത് രണ്ടും അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ വർക്ക് ചെയ്തതാണ്. വിജി തമ്പിച്ചേട്ടനാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അന്ന് ഇപ്പോൾ ഏകദേശം 18-19 വർഷമായി. ആ സിനിമ വരുമ്പോൾ എന്നെ ശശിയേട്ടൻ വിളിച്ച് ചോദിക്കുന്നത്, എൻ്റെ പടത്തിൽ ഇങ്ങനെ ഒരു റോളുണ്ട്, വിജി തമ്പി അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ടർ. നമസ്കാരം കൽപ്പന. എൻ്റെ ഒരുപാട് സിനിമകളിൽ കൽപ്പന വിവിധങ്ങളായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്.
അതിൽ പ്രധാനമായിട്ടും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്ന 2 ചിത്രം എന്ന് പറയുന്ന ഒന്ന് കുടുംബ കോടതിയും പിന്നെ ഒന്ന് പിടക്കോഴി കൂകുന്ന നൂറ്റാണ്ടുമാണ്. കുടുംബ കോടതിയിൽ കൽപ്പന ഒരു തെലുങ്ക് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. മലയാളിയാണ്, പക്ഷേ ഒരു തെലുങ്കത്തിയായിട്ടാണ് സിനിമയിൽ എൻട്രി ചെയ്യുന്നത്. ഗുണ്ടൂർകാരി പാർവതി. എനിക്ക് തോന്നുന്നു കൽപ്പനയുടെ അഭിനയ ജീവിതത്തിൽ കൽപ്പന ഏറ്റവും എനർജറ്റിക് ആയിട്ട് ചെയ്ത ഒരു ക്യാരക്ടറായിരിക്കും അത്. പാട്ടും ഒക്കെ ഉണ്ട്. ഒരു ഭയങ്കര എനർജിയാണ് ആ സിനിമയിൽ കൽപ്പനയിൽ നിന്ന് കിട്ടിയത്. കൽപ്പനയ്ക്കായിരുന്നു തോന്നുന്നു ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ പേര് നേടിയ ഒരു ക്യാരക്ടേഴ്സിലും ഒരാൾ കൽപ്പനയായിരുന്നു. അതുപോലെ തന്നെയാണ് കൽപ്പന പിടക്കോഴി കൂകുന്ന നൂറ്റാണ്ടെന്ന സിനിമയിൽ. ആ സിനിമ ഓർമ്മയുണ്ടോ കൽപ്പനയ്ക്ക്? കൽപ്പന ആദ്യമായിട്ടൊരു ഡബിൾ റോൾ ചെയ്തു. പലരും സിനിമകളിലും ഡബിൾ റോൾ ചെയ്യുന്നുണ്ട്. ഇതെന്തായിരിക്കും ഡബിൾ റോള്? ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയായിട്ട് അഭിനയിക്കാം, പക്ഷേ ഒരു സ്ത്രീ പുരുഷനായിട്ടും കൂടെ അഭിനയിച്ചാലോ? ഇതിൽ കൽപ്പന ഡബിൾ റോൾ ചെയ്തിരിക്കുന്നു, ഒരു സ്ത്രീയായും പുരുഷനായും, സഹോദരനായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു കൽപ്പന ആ എക്സ്പീരിയൻസ്? പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇപ്പോൾ ഇദ്ദേഹത്തിനെ വേണിച്ചേട്ടനെയും എനിക്ക് പണ്ടേ അറിയാം. അപ്പോൾ ശശിയേട്ടൻ്റെ സ്ക്രിപ്റ്റും കൂടെ ആകുമ്പോൾ ശശിയേട്ടൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ചേച്ചി ആദ്യം പറയുന്നത് കൽപ്പനയ്ക്ക് ഇതിൽ എന്ത് റോൾ കൊടുക്കാമെന്നാണെന്ന് ചേട്ടൻ പറയുന്നത്. അതാണ് എനിക്ക് അദ്ദേഹത്തിനുള്ള കടപ്പാട്. എനിക്കതാണ്. അത് കഴിഞ്ഞ ശേഷം ഈ പടത്തിൽ പിടക്കോഴി കൂകുന്ന നൂറ്റാണ്ടിൽ എനിക്കൊന്ന് ഉർവശിയേക്കാളും സ്കോർ ചെയ്ത് അത് അവളും മനസ്സോടാണ്. അവൾ എപ്പോഴും പറയും കുറച്ചുകൂടെ ചേച്ചിക്ക് കുറച്ചുകൂടെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ആ ക്യാരക്ടർ വന്നപ്പോൾ പൊന്നമ്മയും പൊന്നപ്പനും പുരുഷ വിദ്വേഷമാണ് ഞാൻ. പൊന്നപ്പനായിട്ട് അഭിനയിക്കാൻ ശശിയേട്ടനും വിജി തമ്പിച്ചേട്ടനും കൂടി ഒന്ന് ആലോചിച്ചപ്പോൾ കൽപ്പനയ്ക്ക് എന്നെ ആണായി കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ആണിൻ്റെ അത്രയുള്ളൊരു ഹൈറ്റോ അല്ലെങ്കിൽ അങ്ങനെയല്ല വണ്ണോ ഒക്കെ ഉണ്ട് എങ്ങനെ വരും. അപ്പോൾ തമ്പിച്ചേട്ടൻ എന്നോട് പറഞ്ഞു അത് കൽപ്പന നോക്കേണ്ട കാര്യമല്ല, ഞങ്ങളുടെ മേക്കപ്പ് സലീമാണ്, അത് അവരാലോചിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മേക്കപ്പ് ചെയ്ത് ഞാനൊരു ആണായിട്ട് ഒരൊറ്റ സീന് ഞാൻ വരുന്നുണ്ട്, ആൺകുട്ടിയായിട്ട്. ആരും കണ്ടുപിടിച്ചില്ല എന്നുള്ളതാണ്. എന്നോട് ചോദിച്ചു യദു കൃഷ്ണൻ എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, യദു ആണോ എന്ന് പലരും ചോദിച്ചിരുന്നു. എൻ്റെ കുഞ്ഞനിയൻ്റെ ഛായയായിരുന്നു എനിക്ക് ആ പടത്തിൽ. പിടക്കോഴി കൂകുന്ന ചെറിയൊരു ക്ലിപ്പിംഗ് വേണമെങ്കിൽ നമുക്ക് കാണാൻ വേണമെങ്കിൽ. ഇപ്പൊ കുറ്റം മുഴുവൻ നമ്മുടെ നിലയിലായി. ഇതിന്റെ ചോട്ടിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാൻ എന്നെ കിട്ടത്തില്ല. ഒരു പുരുഷന്റെ മുമ്പിൽ അറുതായതായ ഒരു പെണ്ണ് എത്ര നാളെന്ന് വെച്ച് പിടിച്ചു നിൽക്കും? ഓ, എങ്ങനെങ്കിലും ഈ നശുവത്തിന് ഇവിടെ നിന്ന് ഒഴിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ പേരുദോഷം കേൾപ്പിച്ചെന്ന് വരും. ചടുലമായ ഡയലോഗാണ് ശശിയേട്ടന്റെ. പക്ഷെ ഇതിൽ ആ അവസാനത്തെ വാചകം കൽപ്പനയുടെ തന്നെയാണോ? അല്ലെങ്കിൽ ഞാൻ പേരുദോഷം കേൾപ്പിക്കും. സിനിമയെ നമുക്ക് കേൾപ്പിക്കാമല്ലോ, ജീവിതത്തെ കേൾപ്പിക്കാതിരിക്കുന്നതാണ് സ്ത്രീയുടെ കടമ. ആ ഡയലോഗ് കൽപ്പനയുടെ സംഭാവനയായിരുന്നു? അല്ല, ശശിയേട്ടൻ എഴുതിയത് തന്നെയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ വേണിച്ചേട്ടൻ പറഞ്ഞ പോലെ ഗുണ്ടൂർ പാർവതി കൽപ്പന ചില സമയത്ത് ചില വരികൾ സംഭാവന ചെയ്യാറുണ്ട് സിനിമയിൽ. അതെ, വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരണം ഒരു സംഭാവന. പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. അതെന്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യമാണ്. ഇത് കറക്റ്റാണോ? കറക്റ്റ്. കാരണം ആ സ്ഥലത്ത് ഞാൻ ഡയലോഗ് പറഞ്ഞോട്ടെ ചോദിച്ചപ്പോൾ പള്ളാശ്ശേരി സാറാണ് അതിന്റെ റൈറ്റർ, ശ്രീ തുളസിയേട്ടനാണ് അതിന്റെ ഡയറക്ടർ. ഈ ഡയലോഗ് പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ തുളസിയേട്ടൻ എന്നോട് ചോദിച്ചു എങ്ങനെ ഞാൻ പാവത്തുങ്ങൾക്ക് ഇത്ര, അത് എന്ത് അർത്ഥത്തിലാണ് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതായത് അദ്ദേഹം പറയുന്നില്ലേ, മിസ്റ്റർ മോഹൻലാൽ പറയും ഓ പോ അവിടുന്ന് എൻ്റെ മുമ്പിൽ നിൽക്കല്ലേ എന്ന് പറഞ്ഞത് എൻ്റെ സൗന്ദര്യം കണ്ട് അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാതെ പറഞ്ഞു പോയതാണെന്നുള്ള അർത്ഥത്തിൽ അത് എടുക്കാം എന്നിട്ട് ഇപ്പോൾ തുളസിയേട്ടൻ പറഞ്ഞു ഓക്കെ ചെയ്യാന്ന് പറഞ്ഞു. പള്ളാശ്ശേരി സാറും പറഞ്ഞു ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു സേവൻ സ്ത്രീ പറഞ്ഞ വാക്കാ. പച്ചയമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീ. എൻ്റെ അനിയൻ അവരെ വഴക്ക് പറഞ്ഞു. അവർ 24 മണിക്കൂർ തൂത്ത് തീരുന്നില്ല. അപ്പോൾ അവനൊന്ന് കോളേജിൽ പഠിക്കുക. അപ്പോൾ ഈ സാരി ശതമാനം പോലും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് 100%. അപ്പൊ അങ്ങനെ 100%. കാരണം നമ്മൾ ഫുൾ കവേർഡ് അല്ല, നമ്മൾ പെർസെന്റേജ് ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുക. അപ്പൊ അതും വെച്ചോണ്ട് തൂത്തപ്പോ ഇവൻ പറഞ്ഞു എவ்வளோ നേരമാ പെരുക്കുവേ പോവുള്ളേ ரொம்ப நேரம் ஆச்சா പെരുക്കിക്കിട്ടേ ഇരിക്കേന്ന് പറഞ്ഞു. അപ്പോൾ ഇവരങ്ങ് അകത്ത് പോയപ്പോഴത്തേക്ക് എൻ്റെ അമ്മ എന്നോട് മക്കളെ ഒന്ന് ബാക്കിൽ പോ, ജോലിക്കാർ ഇവർ വല്ലതും ദേഷ്യം വന്ന് ഇറങ്ങി പോയാലോ എന്ന് ഞാൻ ചെന്നപ്പോൾ ഇവർ പറയാണ് ചൂല് താഴെ ഇട്ടിട്ട് കടവുളേ ഏഴെങ്കൾക്ക് ഇവളോ അഴക് കൊടുക്കക്കൂടാതുപ്പാ പാവത്തുങ്ങൾ. കാരണം ഈ സൗന്ദര്യം കണ്ട് മതിമയങ്ങി അവനെ കണ്ടോണ്ട് നിൽക്കാൻ സഹിക്കാൻ വയ്യാതെയാണ് ഇവൻ പറഞ്ഞു എന്നാണ് അവർ വിചാരിച്ചത്. അതെവിടെങ്കിലും ഇടണമെന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് എനിക്ക് കറക്റ്റ് സ്ഥലം കിട്ടി, അവിടെ കൊടുത്തു. അതാണ് കൽപ്പന എന്ന കലാകാരി. അതെ, അവിടെയാണ് കലാകാരിയുടെ ഒരു തീർച്ചയായിട്ടും അതെ പ്രസക്തി വന്നത്. ഇങ്ങനെ ഒരുപാട് രംഗങ്ങളിലൂടെയാണ് കൽപ്പന ഉരുത്തിരിഞ്ഞത്. ഒരുപക്ഷെ അതിൽ ചെറിയൊരു ഡീവിയേഷൻ വന്ന വേറൊരു പടമുണ്ട്. ഈ സിനിമയിൽ കൽപ്പന മുഴുനീളമുണ്ടായിരുന്നു, ഹീറോയിനായിരുന്നു. കൽപ്പനയുടെ മലയാള സിനിമാ സബരിയിലെ ഒരു ബ്രേക്ക് കൂടിയായിരുന്നു. പക്ഷെ അത് അവിടെ നിന്നു. പിന്നെ അങ്ങോട്ട് പിന്നെ നമ്മളൊരു ഹാഫിലും കൊച്ചു കഥാപാത്രങ്ങളുമായിട്ട് ഒതുങ്ങി തന്നെയാണ് നമ്മൾ പോയത്. ഈ സിനിമയെക്കുറിച്ച് ഇപ്പോഴും ഡയറക്ടർ ഇതാ വരുന്നു. ഹായ് കൽപ്പന, നാരായണൻ ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ മലയാള സിനിമയിലെ ഒരു പ്രശസ്തനായിട്ടുള്ള നടൻ അദ്ദേഹം ആ പടത്തിലുണ്ടായിരുന്നു. കൽപ്പനയുടെ ജോഡിയായിട്ടായിരുന്നു അദ്ദേഹം പടത്തിൽ ഞാൻ കാസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ വേറെ ഒത്തിരി വലിയ വലിയ നടിമാരുടെ കൂടെ നായകനായിട്ട് അഭിനയിക്കുന്നതാണ്, ഒരു കോമഡി ആർട്ടിസ്റ്റ് കൽപ്പന എൻ്റെ കൂടെ വേണം. എൻ്റെ ആദ്യത്തെ പടമായതുകൊണ്ട് ഞാൻ കൽപ്പനയോടൊന്നും പറഞ്ഞില്ല. പക്ഷെ തൽക്കാലം കൽപ്പനയോട് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ടാണ് ഷെഡ്യൂളുള്ളൂ എന്ന് പറഞ്ഞു.
പക്ഷേ അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, എൻ്റെ അടുത്ത പടത്തിൽ കൽപ്പനയായിരിക്കും നായിക. ഈ ഒരു രഹസ്യം അത് അറിഞ്ഞിട്ടില്ല. എനിക്കൊരു അത്ഭുതം തോന്നി അദ്ദേഹം അത് പറഞ്ഞപ്പോൾ. അങ്ങനെ ഒരു നടൻ പറഞ്ഞതായിട്ട് ഒരു അത്ഭുതം തോന്നി എനിക്ക്. കാരണം അതൊരു കുറ്റമായിട്ട് ഞാൻ പറയില്ല ബിട്ടാജി. കാരണം വെച്ചാൽ ഓരോ ആണ്. ഇപ്പോൾ ഞാനിപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയാലേ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു പക്ഷേ നമുക്ക് തോന്നാം അദ്ദേഹം ഒന്നൊരു സൂപ്പർ ഹീറോ ആയിരുന്നു. ഇതിനകത്ത് പ്രസക്തമായ ചോദ്യം എന്ന് വെച്ചാൽ, ഒരു അഭിനേതാവ് അല്ലെങ്കിൽ ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി, അവർക്ക് ലഭിക്കുന്ന റോള് ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. കൽപ്പന നായികയായിട്ട് വരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നായകനാകാനില്ല എന്ന് ഒരു നടൻ പറയുന്നു. അത് ചെറിയ കാര്യമാണ്. ഇവിടെ ചെറിയ കാര്യമില്ല, അവിടെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപക്ഷെ അന്നൊരു സൂപ്പർ, അതാണ് ഞാൻ പറഞ്ഞ ഇമേജ്. ഇപ്പം അങ്ങ് പറഞ്ഞില്ലേ കോമഡി എന്ന് പറഞ്ഞില്ലേ, കോമഡി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനുള്ള ഇമേജ് അതാണ്. അതുകൊണ്ട് അദ്ദേഹം സൂപ്പർ താരമായോ? അദ്ദേഹം സൂപ്പർ താരമായിട്ടുണ്ടാവില്ല അദ്ദേഹം, പക്ഷെ അദ്ദേഹത്തിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലേ, അതുപോലെ അദ്ദേഹത്തിന് കിട്ടിയില്ല. അതാണ് അങ്ങയോട് ഞാൻ പറഞ്ഞത്. കോമഡി ചെയ്യുന്ന ആർട്ടിസ്റ്റിനുള്ള വാല്യൂ ഇതാണ്. നായകന്മാർക്കോ അല്ലെങ്കിൽ നായകന്മാർക്കോ അവർക്കൊരു കോമഡി, അത് ശ്രദ്ധിക്കാത്തൊരു നടനാണ് ശ്രീ കമലഹാസൻ. ആ നടന്റെ പേര് ഞാൻ ചോദിക്കില്ല, പേര് പറയേണ്ടത് ഞാൻ തന്നെ ശശിയേട്ടനോട് പറയുകയും ചെയ്തു. ആണല്ലേ? ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അത് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമില്ല ബിട്ടാജി. ചിലപ്പോൾ എനിക്കൊക്കെ തോന്നിയാൽ നാളെ ഒരു കൽപ്പനയുടെ സുഹൃത്താണ്. ആണ് ബിട്ടാജി, അതെ, നല്ല സുഹൃത്താണ്. ആ സുഹൃത്ത് ബന്ധം എന്നും അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്നാലും മനസ്സിൽ എന്തായാലും നീ ഇങ്ങനെ നായകനാകില്ല എന്ന് പറഞ്ഞല്ലോടാ. ഇല്ല ബിട്ടാജി, തോന്നൂല. ഇതിപ്പോ ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇവിടെ എത്ര സ്റ്റാറുകൾ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ അറിഞ്ഞു. ഒരു ശശിശങ്കർ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, ഒരു ശശിശങ്കർ ആയോണ്ട് പറഞ്ഞു. അത് ഈ നടനായോണ്ട്. ഇദ്ദേഹത്തിനേക്കാളും വലിയൊരു നടനാണെങ്കിൽ ശശിശേഖരൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല അമിതാഭ് ബച്ചനും ഷാറൂഖ് ഖാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും പറയും ബിട്ടാജി. അതാണ് ഞാൻ പറഞ്ഞത്, കോമഡി എന്ന് പറയുന്നതിന്റെ വാല്യൂ അങ്ങയോട് ഞാൻ പറഞ്ഞത് അതാണ്. അപ്പോൾ കോമഡിയാണോ? അടുത്ത സമയത്ത് ഒരു കോമഡി ചെയ്യുന്നൊരു ഒരു നടൻ നായകനായപ്പോൾ ആ നായികയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ ആ കുട്ടി പറയുന്നു, എനിക്കറിയില്ലായിരുന്നു ഇദ്ദേഹമാണ് നായകനാണെന്ന്, ഇദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചാൽ ഞാൻ പിന്നെ നായികയാവില്ലെന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. കോമഡി ആർട്ടിസ്റ്റ് എന്താ പകർച്ചവ്യാധി കാര്യമല്ലോ ഒരു പറഞ്ഞു അല്ലല്ലോ. കൽപ്പനയുടെ ഒരു സ്വഭാവത്തിലെ പ്രത്യേകത ഞാൻ നിരീക്ഷിച്ചത് മാത്രമല്ല, കൽപ്പനയെ നന്നായിട്ട് അറിയാവുന്നവർ നിരീക്ഷിച്ചത്, കൽപ്പനയ്ക്ക് മനസ്സിൽ വിഷമമുണ്ടെങ്കിലും ദുഃഖമുണ്ടെങ്കിലും ഒന്നും പുറത്തേക്ക് കാണിക്കില്ല. ഒരിക്കലില്ല. ഞാൻ അത് ആദ്യമേ അങ്ങയോട് പറഞ്ഞില്ലേ, ഞാൻ കരയുന്ന പോലും അപൂർവമാണ്. എനിക്ക് കരച്ചിലൊന്നും അങ്ങനെ പെട്ടെന്ന് വരില്ല. എന്നെ പെട്ടെന്ന് കരയിപ്പിക്കാനും പറ്റില്ല. നമ്മുടെ വിഷമം തീർച്ചയായിട്ടും ബിട്ടാജി. എന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാ ടെക്നീഷ്യൻസിനും എന്നെ അറിയാം. ഞാൻ വിഷമിച്ചോ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് ഗോസിപ്പ് പറഞ്ഞോ ഒന്നും ആരും കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. അതൊക്കെ എൻ്റെ കൊച്ചിലെ വരുമ്പോൾ, ഞങ്ങൾ ഫീൽഡിൽ വന്നപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞ 5 കാര്യങ്ങൾ അങ്ങയോട് പറയാം. ഒന്ന്, അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, കൃത്യസമയത്തിന് വണ്ടി 5 കൽപ്പനകൾ കൽപ്പനയ്ക്ക് കൊടുത്ത കൽപ്പനകൾ. അതെ, എനിക്ക് തന്നെ. ഞങ്ങൾ മക്കളെ ഞാൻ മാത്രം വരുമെന്നാണല്ലോ അച്ഛൻ വിചാരിച്ചേ. ഈ ഷൂട്ടിംഗ് വണ്ടി വെയിറ്റ് ചെയ്ത് താഴെ കിടക്കരുത് 5 മിനിറ്റ് പോലും, അതിന് മുമ്പ് നിങ്ങൾ റെഡിയായി ഇറങ്ങിയിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഏത് പുരുഷനോടും ഏത് വ്യക്തിയുടെയും കണ്ണിൽ നോക്കി സംസാരിക്കണം. നാണം കെടുത്തി നാണം വന്നു അപ്പം അങ്ങനെയൊക്കെ ആയി മഴിച്ചില്ല ആവണക്കണ്ണെ കഴിവിയതുപോലെ സംസാരിക്കരുത്. പറയാനുള്ളത് വ്യക്തമായി പറയണം ആ വ്യക്തിയുമായിട്ട്. നിങ്ങളൊരാളോട് മോശമായിട്ട് പെരുമാറരുത്. മോശമായിട്ട് പെരുമാറിയാൽ അപ്പം കൊടുക്കണം അടി എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. എത്ര പേർക്ക് അടി കൊടുത്തിട്ടുണ്ട്? അങ്ങനെ ഞങ്ങൾക്ക് വന്നിട്ടേ ഇല്ല. അത് എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹമായിരിക്കാം, ഞങ്ങളുടെ ഈശ്വരൻ്റെ അനുഗ്രഹമായിരിക്കാം. കാരണം അങ്ങനെ 3 അത് കഴിഞ്ഞ് പറഞ്ഞത്, ഏത് വ്യക്തിയെ കണ്ടാലും എണീറ്റ് തന്നെ സ്വീകരിക്കണം. അതിനി ആരായാലും, അതിനി പ്രൊഡ്യൂസറോ ഡയറക്ടറോ ആർട്ടിസ്റ്റോ ഭക്ഷണം തരുന്ന കുട്ടിയായാലും ആവട്ടെ, ഒന്നിങ്ങനെങ്കിലും ഒന്ന് എണീറ്റ് വേണം അവരോട്. തീർച്ചയായിട്ടും അവരെ എണീറ്റ് തന്നെ സ്വീകരിക്കണം. അതിന് ആര് വന്നാലും ഇരിക്ക് എന്ന് പറയണം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് പ്രകോപനം തോന്നിയാലും, അതായത് ഫീൽഡിലാണ് നിങ്ങൾ പോകുന്നത്, വിവാഹിതനായ ഒരു പുരുഷൻ്റെ ജീവിതം ഒരിക്കലും നശിപ്പിക്കരുത്. അതെൻ്റെ അച്ഛൻ പറഞ്ഞ പോയിന്റിൽ ഏറ്റവും മെയിനായിട്ട് തോന്നിയത് എന്ത് മുൻകൂട്ടി അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. വിവാഹിതനായ ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വിവാഹിതനാണ്. കാരണം നിങ്ങൾക്കൊരു പക്ഷേ ഒരു ഇഷ്ടം ഒരു വ്യക്തിയോട് തോന്നിയാൽ അതൊരിക്കലും വിവാഹിതനായ ഒരു പുരുഷനോടാവരുത്. ആ രീതിയിലൊരു ബന്ധം ആരുമായിട്ടും നിങ്ങൾ വെക്കരുത്. ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വിഷമകരമായിട്ടുള്ള ദൗത്യങ്ങളും അതുപോലെ തന്നെ സന്ധികളും ഉണ്ടാകും. കൽപ്പനയ്ക്ക് വിഷമം വരുമ്പോൾ എന്താ ചെയ്യുക? കൽപ്പന ഒരു വിരഹഗാനം പാടി? അങ്ങനെയില്ല, ഞാൻ ഭയങ്കര ബഹളപ്പാട്ടുകാരിയുടെ ആളാണ്. ആണോ? ഏത് പാട്ടാ പാടാ വിഷമം വരുമ്പോൾ? ഞാൻ കാറി കേൾക്കുന്ന മൊത്തം മന്മഥരാജ അറേഞ്ച് പാട്ട്. അയ്യോ എന്നെ ഈ കുട്ടികൾ കൽപ്പനയ്ക്ക് ഇപ്പൊ വിഷമം വന്നിരിക്കുകയാണ്. വിഷമം വന്ന കൽപ്പന വിഷമം മാറാൻ വേണ്ടിയിട്ട് സാധാരണ എടുക്കുന്ന മരുന്ന് എടുക്കാൻ പോവാണ്. മന്മഥരാസ മന്മഥരാസ മനസ്സേ കില്ലാതെ
വിഷമം പോയി. വിഷമം പോയി. ഈ 4 പരിപാടി പാടും. ആ കാറ് കേൾക്കുന്ന ഒക്കെ അടിപൊളി പാട്ടുകളാണ്. എനിക്ക് ശോക പാട്ടുകളെ ഇഷ്ടമല്ല ബിട്ടാജി. ശോക പാട്ടുകൾ അതൊന്നും ഇഷ്ടം. അടിപൊളി പാട്ടുകളാണ് എൻ്റെ കാറിൽ കിടക്കുന്ന പാട്ടുകളൊക്കെ. നമുക്കൊരു എനർജി, പിന്നെ കടുപ്പമുള്ളൊരു ചായ, ഇത് രണ്ടുമാണ് എൻ്റെ വീക്ക്നെസ്. ഈ രണ്ട് ഇതാണ്, ഒരു അടിപൊളി പാട്ട്, ഒരു കടുപ്പമുള്ള ചായ. ചുമന്ന് തന്നെ ഇരിക്കണം ചായ. വെളുത്ത ചായ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ആ ചായയും കുടിച്ചു കഴിയുമ്പോൾ എൻ്റെ എനർജി ഒക്കെ എനിക്ക് തിരിച്ചു കിട്ടും. എഴുന്നേക്കും. ഒരാൾ ചോദിക്കുന്നു, നോക്കാരാന്ന്. ഹായ് കപ്പുച്ചി. കപ്പുച്ചി ബേസിക്കലി കുറേ കോമഡി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് അറിയാം ഷീസ് വെരി അൺലൈക്ക് കോമഡിയാണ് റിയൽ ലൈഫിൽ. പിന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു കപ്പുച്ചീൻ്റെ ഏറ്റവും വേറെ ഒരു ഘട്ടം എന്ന് നോക്കിയാൽ സീരിയസ് മൂവീസാണ്. കപ്പുച്ചി എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക ബിറ്റ്വീൻ ദിസ് കോമഡി ക്യാരക്ടേഴ്സും ആൻഡ് സീരിയസ് റോൾസ്? ഇറ്റ്സ് വെരി അൺലൈക്ക് യു. ഹൗ? എന്താണ് വിളിച്ചത്? കപ്പൂച്ചിയാ? കൽപ്പന ജി എന്നാണ് ഉദ്ദേശിച്ചത്. അതെ, അപ്പൊ അത് കൽപ്പു എന്നാക്കിയിട്ട് ജി കൂട്ടിയിടുന്നു എന്നുള്ളത്. കൽപ്പൂജി. കൽപ്പൂജി എന്ന് വിളിച്ചാണ്. ഇനി മുതൽ നോക്കിക്കോളൂ, ഇന്റർവ്യൂ വന്നു കഴിയുമ്പോൾ കൽപ്പൂജി. പക്ഷെ എന്നെ ഒരിക്കലും വിട്ടാജി ചേച്ചി എന്നല്ലാതെ ആരും വിളിക്കത്തില്ല. ആണോ? 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ ഒരു 80 വയസ്സുള്ള അപ്പൂപ്പന്മാര് വരെ ചേച്ചിന്നേ വിളിക്കുള്ളൂ. അതൊരു വലിയ അനുഗ്രഹമാണ് കേട്ടോ എനിക്ക്. പക്ഷേ ഇപ്പൊ ഞാൻ യൂസ്ഡ് ആയി. വിഷമമായിരുന്നു പണ്ടൊക്കെ. എനിക്ക് കുറച്ച് യങ്ങൊക്കെ ആയിരുന്ന സമയത്ത് എന്നെ അങ്ങനെ പ്രായമുള്ളവരൊക്കെ കയറി വിളിക്കുമ്പോ അത് മാത്രമല്ല നമ്മുടെ പെരുമാറ്റം. ലക്ഷ്മിയമ്മ ഒരിക്കൽ പറഞ്ഞു, അന്തിവെയിലെ പൊന്ന് പടം നടക്കുമ്പോൾ കമൽ സാറുണ്ട് സെറ്റില്, ലക്ഷ്മിയമ്മയുണ്ട്. അപ്പൊ ആ പടത്തിന്റെ സെറ്റിൽ ആർട്ട് ഡയറക്ടർക്ക് ഒരു 10-28 വയസ്സുണ്ട്, ഒരു ചെറുപ്പം. എനിക്കന്ന് 16 വയസ്സോ മറ്റേ ഉള്ളൂ. അപ്പൊ ലക്ഷ്മിയമ്മയെ വന്ന് മാഡം എന്ന് പറഞ്ഞിട്ട് ചേച്ചി റെഡി ആണോ എന്ന് വെച്ചപ്പോൾ ലക്ഷ്മിയമ്മ ചോദിച്ചു, ഇതിനെ നോക്കിയാണോ ചേച്ചി എന്ന് വിളിച്ചത്? നിനക്ക് എന്തോ പ്രായം ഉണ്ടോ? ഈ കൊച്ചിന്റെ മുഖത്ത് നോക്കി പാവട ബസ് ഇട്ടുകൊണ്ടിരിക്കാൻ ഞാൻ. അയ്യോ എന്തോ അതിന്റെ മുഖത്ത് നോക്കി പേര് വിളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അതൊരു വലിയൊരു ക്രെഡിറ്റ് ആയിട്ടും എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് കൽപ്പന എന്ന് വിളിച്ചാൽ എനിക്ക് ഷോക്കാണ്, ഇത് ആരാണ് വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കൽപ്പൂജി. അപ്പോൾ ചോദിച്ചത് 2 ക്യാരക്ടർ എങ്ങനെ ചെയ്യുന്നു എന്നല്ലേ. ഇപ്പം നമ്മൾ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞൊരു മീൻകറിയും ചോറും കൂട്ടി നമ്മൾ കഴിക്കുന്നില്ലേ? മീനും ചോറും കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ അതേ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഐസ്ക്രീം കഴിക്കുന്നില്ലേ? ദഹിക്കുന്നുണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതെനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. കോമഡി സീരിയസും തമ്മിലുള്ള ബന്ധം അങ്ങനെ തോന്നിയിട്ടുള്ളൂ. പക്ഷെ കോമഡി സീൻസ് അഭിനയിച്ച് ഫലിപ്പിക്കണമെങ്കിൽ ചില്ലറ പാടല്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ബേസിക് ഒരു പക്ഷേ നമ്മുടെ ഉള്ളിൽ ഞാൻ പറയില്ലേ ഹ്യൂമർ സെൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് അമ്മയുടെയൊക്കെ വർത്തമാനത്തിൽ നിന്നും അത് ഈസി ആയിട്ട് നമുക്ക് വരും. പാരമ്പര്യമായിട്ട് കിട്ടിയ സിദ്ധിയാണ്. പിന്നെ നമുക്ക് ലൈഫിൽ തന്നെ കൊച്ചിലെ ഞാൻ പറഞ്ഞല്ലോ ഒരു 10 പൈസ കുറഞ്ഞ പോലുള്ള പെരുമാറ്റമായിരുന്നു കൊച്ചിലെ എൻ്റെ. 10 പൈസ കുറ. അപ്പോൾ 1 രൂപ മാറിയാൽ 90 പൈസേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഏത് കാര്യവും കൊച്ചായിട്ട് ഞാൻ എടുക്കുള്ളൂ. 8ാം മാസത്തെ പ്രസവിച്ച. അതെ. പക്ഷെ ഞാൻ 11 കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? അമ്മ സഹിക്കാൻ വയ്യാതെ പുറത്തേക്ക് വിട്ടതാണ്. ഇരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ കുടുംബത്തിൽ പിറന്നെന്ന് ഓർക്കണം. ബാക്കി എല്ലാവരും ആശുപത്രിയിലാണ് പറഞ്ഞത്. കുടുംബത്തിൽ പിറന്ന ഞാനേ ഉള്ളൂ. ഞങ്ങൾ 5 മക്കളില് ഞാൻ മാത്രമേ കുടുംബത്തിൽ പിറന്നിട്ടുള്ളൂ. എന്റെ അനിയൻ കമലും ഹോസ്പിറ്റലാ. അൺഎക്സ്പെക്ടഡ് ആയിട്ടാണോ പ്രസവിച്ചത്? അല്ല, ഇതുപോലെ ഞാൻ ഒരു വിജയദശമി പൂജ വെക്കുന്നതിന്റെ അന്ന് അമ്മയ്ക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു തലേന്ന്. അപ്പൊ അമ്മ ഡാൻസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് എന്നെ വയറ്റിലിട്ടുകൊണ്ട് അമ്മ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് സ്റ്റേജിൽ നിന്ന് വന്നാ. അപ്പൊ പെട്ടെന്ന് അർദ്ധരാത്രിയായപ്പോ ഒരു പെയിൻ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് വിജയദശമിയുടെ അന്ന് തന്നെയാണ് ഈ പെയിൻ വന്നത്. അപ്പോൾ അമ്മയുടെ സ്റ്റുഡൻസ് ഉണ്ട് വീട്ടിൽ, അച്ഛൻ്റെ സഹപ്രവർത്തകരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അസമയമായി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു വെച്ചപ്പോൾ അമ്മ പറഞ്ഞാൽ ഇന്ന് എന്തായാലും പ്രസവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു രാത്രി ഒരു ത്രിസന്ധി ആയപ്പോഴത്തേക്കും പെയിൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഐശ്വര്യമുണ്ട് ജനനം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മിഡ് വൈഫിനെ വിളിച്ചുകൊണ്ട് വന്ന് അവർ മുറിക്കകത്തോട്ട് കയറിയപ്പോഴത്തേക്കും പെയിൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് അങ്ങ് പോയി. നല്ല ഐശ്വര്യമായിരുന്നു. കറണ്ട് പോയപ്പോഴത്തേക്കും ആ മിഡ് വൈഫ് പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മൂമ്മയോട് പറഞ്ഞു, അമ്മയെ വേഗം പോയി വിളക്ക് കത്തിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. മെഴുകുതിരിയേക്കാൾ ഒന്ന് മണ്ണെണ്ണ വിളക്കാണല്ലോ. കത്തിക്കാൻ പോയി അമ്മൂമ്മ എടുത്തുകൊണ്ട് കൊടുത്തത് ഊമിക്കരിയും 2 ഈർക്കിലും കൊണ്ടുവന്നവരുടെ കൊടുത്തു. അപ്പൊ ഇവർ ഇരുട്ടത്തെ ഇവർ ചോദിച്ചത് എന്താ അമ്മ ഇതെന്ന് ചോദിച്ചപ്പോൾ ഊമിക്കരി എന്ന് പറഞ്ഞു. ഊമിക്കരി എന്തിനാ അമ്മ ഈ സമയത്ത്? അപ്പൊ അമ്മൂമ്മയ്ക്ക് സമനില തെറ്റിപ്പോയി. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും വിളക്ക് വന്നു. അമ്മയ്ക്ക് വലിയ പെയിനൊന്നും ഇല്ലാതെ ജനിച്ച ആളാണ് ഞാൻ. ഒരു തലവേദനയും വിഷമവും കൊടുത്തില്ല. താഴെ കിടക്കുന്നു, അനങ്ങുന്നില്ല. അപ്പോൾ അമ്മ പറയുന്ന കൊഞ്ചു തീയലും അയല വറുത്തതും കൂട്ടി മൃഷ്ടാന്ന ഭോജനം കഴിഞ്ഞാണ് എന്നെ ജനിച്ചത്. ബാക്കി എല്ലാ മക്കൾക്കും അരുമ്പട്ടിണിയായിരുന്നു അമ്മയ്ക്ക്. പട്ടിണി കിടന്നാണ് അമ്മ, ഹോസ്പിറ്റലായിരുന്നു. എന്നെ അപ്പൊ കഴിച്ച അപ്പൊ അമ്മയ്ക്ക് തോന്നുന്നത് ഇത്രയും കഴിച്ച വേദനയാണോ കൊച്ചിന്റെ വേദനയാണോ എന്ന് മനസ്സിലായില്ല, അറിഞ്ഞില്ല. അങ്ങനെ പ്രസവമായി വന്നത് വന്ന് വീണപ്പോഴത്തേക്കും വയറൊഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ അമ്മ കൈ വാച്ച് കെട്ടിയിരുന്നു ടൈം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇരുട്ടത്തൊന്നും കണ്ടും കൂടാ. അപ്പൊ അത് കഴിഞ്ഞ് ജനിച്ചപ്പോഴത്തേക്കും
അയ്യോ അനങ്ങുന്നില്ല, കുഞ്ഞു വെളിയിൽ വന്നല്ലേ എന്ന് ചോദിച്ചു അമ്മ. അനങ്ങുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നേഴ്സ് പറഞ്ഞു ഞാൻ തപ്പി എടുക്കട്ടെ അമ്മ, മണ്ണെണ്ണ വിളക്കൊന്ന് ചരിച്ചതാ, ഇത് എങ്ങോട്ട് പോയി കിടക്കുന്നെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കട്ടിലിൻ്റെ അങ്ങറ്റത്തോട്ട് ഉരുണ്ട് കവറിനകത്ത് ഞാൻ കിടക്കുന്നു. എടുത്ത് നേരെ ഈ ഇതൊക്കെ പൊളിച്ച് ഒറ്റ അടി എൻ്റെ ചന്തിക്ക് തന്നു. ആ വാ തുറന്നത് ഇന്നും അടച്ചിട്ടില്ല എന്ന് എൻ്റെ അമ്മ പറയും. ഒറ്റ കരച്ചില ദിക്ക് മൊത്തം കേട്ടു, എൻ്റെ കരച്ചില ദിക്ക് മൊത്തം കേട്ടു എന്നാ പറയുന്നത്. അങ്ങനെ ജനിച്ച ഒരാളാണ് ഞാൻ. വലിയ ഭാഗ്യമുള്ള ജന്മമാണ് വീട്ടില്. എന്തോ പ്രസവിച്ചോന്ന് പോലും അമ്മയ്ക്ക് സംശയമായി പോയി. ബാക്കി എല്ലാ മക്കളെ അമ്മ വേദനിച്ച് പട്ടിണി കിടന്ന് പ്രസവിച്ചു എന്ന് പറയും. അതുകൊണ്ട് എനിക്ക് ഇന്നും എവിടെ പോയാലും ഭക്ഷണം കറക്റ്റിന് കിട്ടും. ഭക്ഷണമാണ് നമ്മുടെ പ്രധാനം. വലിയ അമിത ഭക്ഷണം, ഒരുപാട് കറികളൊന്നും കണ്ടാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. സാമ്പാർ, അവിയല്, ചമ്മന്തി, അതാണ് ഫേവറേറ്റ്. ഇതാണ് നോൺ ഇറച്ചിയൊന്നും ഞാൻ കഴിക്കില്ല. ഫിഷ് കഴിച്ചു തുടങ്ങിയിട്ട് 18 വർഷമായി. 18 വർഷമായിട്ടുള്ള കുഞ്ഞു മീനെ കഴിക്കുള്ളൂ, വലിയ കഷ്ണമൊന്നും കഴിക്കില്ല. നമ്മുടെ കൊഴുവ പോലെ. അതല്ല, പേടിപ്പിക്കുന്ന ഒറ്റ ഐറ്റത്തിന് ഞാൻ തൊടാറില്ല. കൊഴുവ, നിത്തോലി, അങ്ങനത്തെ കുഞ്ഞു മസ്റ്റല്ല എനിക്ക്. ഞാനിപ്പോ നോണൊക്കെ കഴിച്ചിട്ട് ഒത്തിരി നാളായി. എനിക്ക് നോൺ മസ്റ്റല്ല. കൽപ്പന അമ്മയെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ലൈഫില്ല എനിക്ക്. ലൈഫ് കൽപ്പനയ്ക്കില്ല. ഇല്ല, എല്ലാം അമ്മ. ഞങ്ങൾ അത്ര അറ്റാച്ച്ഡ് ആയിട്ട് വളർന്ന ഫാമിലിയാണ് ബ്രിട്ടാസി. കാരണം വെച്ചാൽ ഒരു കട്ടിലാണ് ഞങ്ങൾ 5 മക്കളും കിടന്നുറങ്ങുന്നത്. ആൺകുട്ടികൾ മുതിർന്ന ശേഷമാണ്, ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. സഹോദരങ്ങൾ ഒരുമിച്ച്. അവർക്ക് ആൺകുട്ടികൾക്ക് കട്ടിൽ ഇവിടെ, ഞങ്ങൾ 3 പെൺകുട്ടികളും അമ്മയും ഇവിടെ. അപ്പം അങ്ങനെ അമ്മയിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുള്ള എല്ലാം നല്ല കാര്യങ്ങളേ ഉള്ളൂ. എൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ പറയില്ല, ഞങ്ങൾ ഏതെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് അച്ഛനും അമ്മയും തന്ന. അത്രത്തോളം ഒരു ഒബ്സഷൻ, അഡിക്ഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കുടുംബപരമായിട്ടുള്ള ആ ഒരു വലിയൊരു ബന്ധം കുറച്ച് കൂടിപ്പോയായിരിക്കാം. പക്ഷെ സ്നേഹം എപ്പോഴും കൂടിയാൽ നമ്മൾ മടുക്കാത്തൊരു സാധനമാണ് സ്നേഹം എന്ന് പറയുന്നത്, എത്രയായാലും. കാരണം ഞങ്ങൾ ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക്, അവൾക്ക് വയ്യെങ്കിൽ എനിക്കറിയാൻ പറ്റും അവൾക്ക് സുഖമില്ല എന്നുള്ളത്. എന്താ കാരണം? കൽപ്പനയ്ക്ക് അങ്ങനെ സുഹൃത്തുക്കളില്ല. ഇല്ല, ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ. അതാണ് നല്ലത്. കുടുംബത്തിനുള്ളിൽ മാത്രമേ സൗഹൃദം, അത്രേ ഉള്ളൂ. കാരണം പുറത്ത് സൗഹൃദം വലിയ പ്രശ്നമാണ്, നമ്മൾ പബ്ലിക് ഫിഗേഴ്സിന് പ്രശ്നമാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല സുഹൃത്തുക്കളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മുതലെടുക്കുന്നവ, ഇപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ, ഇതൊക്കെ കഠിനമായ ഫ്രണ്ട്ഷിപ്പാണ് ഇവർക്കുള്ളത്. നമുക്ക് അസൂയ തോന്നും ഇവരുടെ ഫ്രണ്ട്ഷിപ്പ്, ഒരാളെ വിട്ടുകൊടുക്കാത്ത ബന്ധമൊക്കെ. പക്ഷേ നമ്മൾ തൊഴിൽ സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. എൻ്റെ മകളിപ്പോൾ പറയുന്നുണ്ടല്ലോ, 9ാം ക്ലാസ്സിൽ പഠിക്കുക എൻ്റെ മോള്, അവിടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള അവളുടെ വാല്യൂ. ഇപ്പോൾ മദ്രാസിൽ പോയി, എൻ്റെ ഫ്രണ്ടിന് എനിക്കൊരു സാധനം വാങ്ങിച്ചു കൊടുക്കണം, എൻ്റെ ഫ്രണ്ട്സിന് ഷോപ്പ് ചെയ്യണം, അവൾക്ക് വേണ്ട അത്. അപ്പോൾ ഇന്ന് കുട്ടികൾ പരസ്പരം പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഈ കുട്ടികളുടെ സ്വഭാവ വിശേഷങ്ങളാണോ ഇന്ന് ഈ ന്യൂ ജനറേഷൻ സിനിമയിൽ പ്രതിഫലിക്കുന്നത്? ന്യൂ ജനറേഷൻ സിനിമ അത് അതിൻ്റെ കാലഘട്ടത്തിൽ വേണം ബ്രിട്ടാസി. കാരണം നമ്മുടെ കൊച്ചിലെ ഇപ്പം അങ്ങനെക്കാളും ചെറുപ്പമായിരിക്കാം ചിലപ്പോൾ, എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ സത്യൻ മാഷിൻ്റെയും അല്ലെങ്കിൽ നസീർ സാറിൻ്റെയും ഒക്കെ കാലത്ത് എന്തോ വെച്ചതല്ല, പറഞ്ഞത് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞത്, ഞാനൊരു ചേച്ചിയായിട്ട് നിൽക്കുന്നതാണ് അന്നും ഇന്നും എപ്പോഴും. ഞാൻ അങ്ങോട്ട് പറഞ്ഞു, നേരത്തെ എന്നെ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞു, എത്രയോ വയസ്സായിട്ട് ഇപ്പോഴും ചെറുപ്പമായിട്ടിരിക്കുന്നത് എന്താണെന്നല്ലേ ചോദിച്ചത്. അങ്ങനെയല്ല ചോദിച്ചത്. നിങ്ങൾ ആങ്കേഴ്സ് മൊത്തം, കുറെ ആങ്കേഴ്സ് മൊത്തം എന്നും കുഞ്ഞുങ്ങളാണ്. കാരണം നമ്മളെ തീറ്റിച്ചിട്ട് ആ എനർജി അവരെടുക്കുക എന്നുള്ളതാണ് ബാലി. നിങ്ങൾ ബാലികളാണ്, നമ്മൾ ഇരിക്കുന്നവരുടെ പകുതി എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവ്. ന്യൂ ജനറേഷൻ സിനിമകൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ആലോചിക്കും, നമ്മൾ ഇപ്പം നമ്മൾ കാണുന്നു, അന്നത്തെ നസീർ സാറിൻ്റെയും സത്യൻ മാഷിൻ്റെയും മധു സാറിൻ്റെയും ഒക്കെ പടങ്ങൾ കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ തലമുറ വന്നപ്പോഴത്തേക്കും, ഏകദേശം ഞാനൊരു പക്വത വന്നപ്പോഴത്തേക്കും മമ്മൂക്കയും ലാലേട്ടനും അവരും ഇവരും ഒക്കെ നിന്നു. അത് കഴിഞ്ഞ് അടുത്ത ജനറേഷൻ, ഇവരുടെ ജനറേഷൻ ഇവർക്ക് വേണ്ടി. എൻ്റെ മകൾ ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ ജനറേഷൻ അനിവാര്യതയാണ്. ന്യൂ ജനറേഷൻ സിനിമയെ ചുമ്മാ അത് നമ്മൾ പേഴ്സണലായിട്ട് പറയുന്ന പല കാര്യങ്ങളും, സ്വകാര്യതയിൽ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്നത് കൊണ്ടാണത്. നമുക്ക് സഭ്യതയോടെ നമുക്ക് ചെയ്യേണ്ട ചില കാര്യം, നമുക്ക് വസ്ത്രം മാറുന്നു. ഇപ്പൊ അങ്ങ് ആലോചിച്ച് നോക്കണം, വേണം നമ്മൾ വസ്ത്രം മാറുന്നത് ഓപ്പണായിട്ട്. ഇപ്പൊ എനിക്ക്, ഞാൻ ഈ ഇന്റർവ്യൂവിന് വന്ന് ഇവിടെ നിന്നല്ല ഡ്രസ്സ് മാറണ്ടേ, എനിക്കിവിടെ നിങ്ങൾ റൂം തന്നിട്ടുണ്ട്. അതാണ്, അവിടെയാണ് കുഴപ്പം, അവിടെയാണ്. പക്ഷേ അങ്ങനെ വന്നത് ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഏത് കാര്യം അങ്ങ് ആലോചിച്ച് നോക്കണം. ഒരു പരിധി വിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക തരം ഫുഡ് ഇപ്പോൾ വരുന്നു, അല്ലെ ഒരു ഇത് വരുന്നു, അത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ സന്തോഷം. ഇന്നത്തെ ഈ പറഞ്ഞ പുതിയ ട്രെൻഡിനോടൊന്നും യാതൊരു ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുക, വൃത്തികേട് പറയുക, അനാവശ്യം പറയുക, അതിനോട് എനിക്ക് താല്പര്യമേ ഇല്ല, അശ്ലീലം പറയുക, ദ്വയാർത്ഥം പറയുക, അത് ഏറ്റവും തെറ്റായ കാര്യമാണ്. കൽപ്പനയുടെ കുടുംബം ഒരു എന്താ പറയണ്ടേ, ഒരുപക്ഷെ കേരളത്തിലെ പല ആൾക്കാരും ഉറ്റുനോക്കുന്ന ഒരു കുടുംബമാണ്. എന്താ കാരണം, ഇത്രത്തോളം കലാകാരികളും കലാകാരന്മാരും ഉള്ള ഒരു കുടുംബം വേറെ ഉണ്ടാവില്ല. പക്ഷേ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്, അതിലേക്ക് ആർക്കും പ്രവേശനമില്ല, അവിടെ നിൽക്കുകയാണ്. അതായിരിക്കും ബ്രിട്ടാസി ഞങ്ങൾ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് കൂടിയതെന്ന് എനിക്ക് തോന്നുന്നു. പുറത്തുനിന്ന് എന്താ, ഞാൻ അടുത്ത സമയത്ത് ഒരു ഹീറോയിൻ എഴുതിയിരിക്കുന്നു. ആ കുട്ടി മുമ്പ് എന്നോട് പറയും, ഒരുപാട് സൗഹൃദം ഇൻഡസ്ട്രി ആയിട്ടുണ്ട്, അവളുടെ വീട്ടിൽ എല്ലാവരും പോവും, അവൾ അവരുടെ വീട്ടിൽ പോവും. പക്ഷെ പിന്നെ അവൾ എഴുതി, ഇതായിരുന്നു എൻ്റെ ശത്രുക്കള്, ഞാൻ പലരെയും തിരിച്ചറിഞ്ഞത് വൈകിപ്പോയി, എൻ്റെ കാലനൊക്കെ ഇവരായിരുന്നു. എന്തിനു നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം? അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മുടെ പൊടിമോള് ഉർവശി മാറി നിന്നു?
മാറി നിന്നത് അത് ബിട്ടാസി അത് പറഞ്ഞു. മാറി നിന്നു മീൻസ് ആത്മാവീന്ന് മാറിയിട്ടില്ല. അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. ആത്മബന്ധം ഈ ജന്മം പോകത്തില്ല. പിന്നെ ശാരീരികമായി ചില കാര്യങ്ങളുണ്ടാവാം, മാനസിക പ്രയാസങ്ങളുണ്ടാവാം, മാറി. കാരണം ഓവർ അറ്റാച്ച്മെൻ്റ് ആയിപ്പോയതുകൊണ്ടാണ്. അവർക്ക് വ്യക്തമായിട്ടറിയാം ഞങ്ങൾക്ക് ഇന്നും ആത്മബന്ധമുണ്ട്. അവർക്ക് വ്യക്തമായിട്ടറിയാം. അവൾക്കിപ്പോൾ ഒരു അസുഖം വരുന്നു, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ മൂത്തവളുടനെ അവളെ വിളിച്ച് സംസാരിക്കും. എനിക്ക് എന്തോ ഒരു കുഴപ്പം പോലെ തോന്നുന്നു എന്ന് അവളോട് ചോദിക്കും. എനിക്ക് വയ്യായിരുന്നു ചേച്ചി, 2 ദിവസമായിട്ട് എനിക്ക് ഒട്ടും വയ്യ എന്ന് പറയും. ആ ബന്ധം ഇന്നും ഉണ്ട്. ഇത് കുറച്ചുകൂടെ ആയിട്ട് ഒരു ആവശ്യം, നമുക്കൊരു തളർച്ച. എന്താണ് ഉർവശി വന്ന് കലാരഞ്ജനയും അമ്മയും കൽപ്പനയും ഉർവശിയും കൂടി ഒരു കട്ടലിൽ കിടന്നുറങ്ങാൻ പോകുന്നു? അതൊക്കെ ഉടനെ ഇപ്പം വിചാരിച്ചാലും നടക്കും. പക്ഷെ നമ്മൾ പറയുന്നത് ബാക്കി ഇപ്പോൾ 5 പേര് ഒരുമിച്ച് നിൽക്കുന്നു, ഒരാൾ മാറി നിൽക്കുമ്പോൾ ആ ആൾ ഇങ്ങോട്ട് വരുന്നതാണ് ഏറ്റവും വലുത്, ഇല്ലേ? അതാണ് വേണ്ടത്. അപ്പൊ ആ വേണ്ടത് എന്തായാലും അറിയാതിരിക്കില്ല. നമ്മൾ കുഞ്ഞിനെ ഉർവശി എന്തായാലും തിരിച്ചറിയും തീർച്ചയായിട്ടും. അത് ഇന്നല്ലെങ്കിൽ നാളെ അമ്മയും സഹോദരിമാരും പ്രസരിപ്പിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് അവൾക്ക് ഇപ്പോഴേ അറിയാം. എല്ലാം അവൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ചില കുഞ്ഞു കാര്യങ്ങൾ കുഞ്ഞു മനസ്സിൽ തോന്നണം. ഞങ്ങളെയൊക്കെക്കാൾ ഇളയതാണ് അവള്. അപ്പൊ കുട്ടിക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ഇല്ലേ? ഇപ്പൊ നമ്മുടെ മക്കൾ നമ്മളോട് പക്വതയില്ലായ്മയാവാം. നമ്മൾ മക്കൾക്ക് തോന്നൂലേ, പിണങ്ങൂലേ, എനിക്കത് വാങ്ങിച്ചു തന്നില്ലല്ലോ ആ ഫോണ്, ഞാൻ മിണ്ടൂല നിന്റെ അടുത്ത്. എൻ്റെ മകള് പറയുന്ന പോലെ പിറ്റേന്ന് സോറി ഞാൻ അറിഞ്ഞില്ല അങ്ങനെ പറഞ്ഞ. ഉർവശിയും മനോജും തമ്മിലുള്ള വഴക്കിന്റെ സമയത്ത് പരിപൂർണമായിട്ടും കൽപ്പനയും അമ്മയും സഹോദരനൊക്കെ മനോജിന്റെ കൂടെ നിന്ന് എന്നെ ഒറ്റപ്പെടുത്തി കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തു, കടം വീട്ടി, കുടുംബത്തെ ഉണ്ടാക്കി, കരിപ്പിടിപ്പിച്ചു എന്നൊക്കെ ഉർവശി പറഞ്ഞിട്ടുണ്ട് ബിട്ടാസി. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ആ കാര്യം പറയുകയാണെങ്കിൽ മനോജിനെ സംബന്ധിച്ച് ഞാൻ പറയും, ഇന്നും ഞങ്ങളുടെ ബ്രദറാണ് മനോജ്. എൻ്റെ ബ്രദറാണ് മനോജ്. ഏത് കാര്യത്തിൽ അനിയായിട്ട് അത്ര അറ്റാച്ച്ഡാണ് ഞങ്ങൾ. അനിയുടെ കയ്യിരിക്കുന്ന കുഞ്ഞ് അവളുടെ കുഞ്ഞാണ്. ആ കുഞ്ഞ് അവളുടെ കുഞ്ഞാണ്, ഞങ്ങളുടെ കുഞ്ഞാണ് ആ കുഞ്ഞ്, ഇല്ലേ? അപ്പം തീർച്ചയായിട്ടും കുഞ്ഞ് ആരുടെ അടുത്തായിരുന്നേ? മനോജിൻ്റെ അടുത്ത്, അനിയുടെ അടുത്താണ് ഉണ്ടായിരുന്ന കുട്ടി. അപ്പോൾ പിന്നെ ആ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആരുടെ മുമ്പിൽ പോകണം? എന്നിട്ട് കൂടെ അല്ലേ നിൽക്കാൻ പറ്റും? പക്ഷെ അവൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. അവിടെ മക്കളെ ഞങ്ങൾ ഇത്ര അമ്മമാരല്ലേ നോക്കിയത്, അപ്പം അതുകൊണ്ട് വിട്ടാച്ചി ഇതൊന്നും. സഹോദരിയേക്കാൾ വലുതാണോ സഹോദരിയുടെ പുത്രി? അത് വ്യത്യാസം. ഏത് അമ്മമാരോട് ചോദിച്ചാലും മക്കളെക്കാളും സ്നേഹമാണ് കൊച്ചുമക്കളോടെന്ന് പറയും. മക്കളെക്കാളും സ്നേഹമാണ് നമ്മുടെ അമ്മമാർക്ക് നമ്മുടെ മക്കളോട്. അപ്പോൾ അവളാണത്. ആ നിന്നത് ഉർവശിയാണ്. കുഞ്ഞാറ്റാന്ന് പറഞ്ഞ കുഞ്ഞ് ഉർവശിയാണ്. അവളിൽ കൂടി ഞങ്ങൾ അവളുമായിട്ട് എടുത്തു. അവൾക്ക് കൊടുക്കേണ്ട എല്ലാം അവൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട. ഓണത്തിന് ഞങ്ങൾ ഒരുമിച്ച് തുണി എടുക്കുന്ന തുണി കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കും. ഞങ്ങൾ കഴിക്കുന്ന ഏത് ഫുഡും അവക്കും വാരി കൊടുക്കും. കൽപ്പന എപ്പോഴെങ്കിലും ഫോൺ എടുത്തിട്ട് ഉർവശി എന്തിനാടി പൊടി മോളെ നമ്മൾ തമ്മിൽ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കണേ, എന്തിനാ നീ വാ വീട്ടിലേക്ക് വാ, ഒരു ദിവസം വാ എന്ന് പറഞ്ഞുകൂടാത്തത്? തീർച്ചയായിട്ടും അത് പറയാൻ പിന്നില്ലേ പറയൂലേ. അതൊക്കെ ഉടനെ നടക്കും വിട്ടാച്ചി. കാരണം വെച്ചാൽ നമ്മൾ പറയുന്ന പോലെയല്ല, നമ്മൾ ഇത്ര പേര് എന്ന് പറയുന്ന ഒരു കാര്യമല്ല. ഞങ്ങളുടെ മനസ്സിൽ അറ്റാച്ച്മെന്റോ സ്നേഹമോ ഒക്കെ ഒരു സർട്ടൺ ടൈം വേണം. നമുക്കൊരു അവശത വരുമ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത സമയത്ത് സമയം ഹീൽ ചെയ്യാത്തതായിട്ടൊന്നുമില്ല. സമയം ഹീൽ ചെയ്യാത്തില്ല. ഞാനിപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു 10 ദിവസം. ഞാൻ ആശുപത്രി കിടന്നപ്പം എനിക്ക് അവളെ കാണണമെന്ന് തോന്നി. അപ്പം തന്നെ അവൾ വിളിച്ചു. അവൾ അമൃതയുടെ നടവരെ വന്നു. അവളോട് പറഞ്ഞത് ഇത്ര മാത്രമേ അവളോട് പറഞ്ഞുള്ളൂ, ഇതിനകത്ത് വരരുത്. കാരണം വെച്ചാൽ വേറെ വല്ല അസുഖമായിട്ട് ചിത്രീകരിക്കും. ഞാനൊരു പനി വന്നിട്ട് ബ്ലഡ് കൗണ്ട് കുറഞ്ഞാണ് ഞാൻ ഹോസ്പിറ്റലായത്. പക്ഷേ അവൾ വരാൻ താഴെ അമൃത ഹോസ്പിറ്റലിൽ ആൾ വരെ താഴെ വന്നു. ഞാനിപ്പോൾ അങ്ങോട്ട് വരികയാണ്. ഞാനിപ്പോൾ പെരുമഴയും ഇവിടെ. ഞാൻ മക്കൾ വരരുത്, കാരണം എല്ലാവരും കൂടെ കയറി വരുമ്പോൾ എന്തോ ഒരു വലിയ ഇഷ്യൂ ഞാൻ കിടക്കുന്നു. അതിനുശേഷം എന്താ സുഖം പ്രാപിച്ച ശേഷം ഉർവശി വന്നില്ല? ഇല്ല, സുഖം പ്രാപിച്ച ശേഷം അവൾ അവിടെ വർക്കിലാണ്, ഞാൻ ഇവിടെയാണ്. ഞാൻ ചെന്നൈ പോയിരുന്നു, ഇപ്പോൾ അവൾ സ്ഥലത്തില്ലായിരുന്നു. അപ്പൊ അത് നമ്മൾ പറയണ്ട ബിട്ടാജി. അതൊക്കെ ചുരുക്കം പറഞ്ഞ കൽപ്പന ഇതിന് പോസിറ്റീവ് വശം കൊടുക്കാൻ വേണ്ടിയാണ്. അതായത് ഒരു ക്രിസ്തുകാലം ഉണ്ടായിട്ടുള്ള ആ ഒരു നീരസം, ആ ഒരു വഴക്ക് അല്ലെങ്കിൽ വിമ്മിഷ്ടം, അതൊക്കെ അവസാനിച്ച് ഒരു ഊഷ്മളമായ സൗഹൃദത്തിലേക്ക് നിങ്ങൾ വരുവാണ്. തീർച്ചയായിട്ടും വരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും അത് മാറാത്തൊരു കാര്യമാണ്. അത് എന്തായാലും അത് ഈ ജന്മം മാറൂല ബിട്ടാസി. കാരണം ഞങ്ങൾ അങ്ങനെ വളർന്നവരാണ്. ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ല, ആരും ഇല്ല. അച്ഛനും അമ്മയും അത് നടക്കട്ടെ എന്നുള്ള ഒരു ആശംസ നേരാൻ വേണ്ടിയാണ് ഈ കാര്യം ഞാൻ ചോദിച്ചത്. താങ്ക് യു ബിട്ടാസി. ഒരുപക്ഷെ ഉർവശി ആദ്യം വിചാരിച്ചിട്ടുണ്ടാവും എന്തിനാണ് ബ്രിട്ടാസ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന്. 2 കാര്യമുണ്ട് ഉർവശി. എന്താ കാരണം വെച്ചാൽ ഒരു അഭിമുഖത്തിൽ അതിനൊരു സമ്പൂർണ്ണതയുണ്ട്. എന്നുവെച്ചാൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും നമ്മൾ പോകും. അതൊരിക്കലും ഒരു വ്യക്തിയുടെ പ്രൈവസിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ശ്രമമല്ല. മറിച്ച് ആ വ്യക്തിയുടെ നാളെ ഈ ഒരു ഇന്റർവ്യൂ ആര് കണ്ടാലും കൽപ്പന എന്നുള്ള നടി, വ്യക്തി, ഒരു അമ്മ, ഭാര്യ, ഈ ഒരു വ്യക്തിയുടെ ഒരു ജീവിത രേഖയാണ് ഈ ഇന്റർവ്യൂ. ആ അർത്ഥത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപക്ഷെ ഉർവശിയുമായിട്ടുള്ള കൽപ്പനയുടെ കുടുംബവും ഉർവശിയും തമ്മിലുള്ള നീണ്ടുനിന്ന ഒരു ഈ പറഞ്ഞ കോൾഡ് വാർ അല്ലെങ്കിൽ സംഘർഷം മാധ്യമങ്ങളിൽ പ്രധാനമായി സ്ഥാനം വഹിച്ചാണ്. ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വന്നു. പക്ഷെ അതൊക്കെ പിന്നോട്ട് തള്ളിക്കൊണ്ട് പഴയ ആ സ്നേഹത്തിൻ്റെ കാലഘട്ടത്തെ പുണരാൻ വേണ്ടിയിട്ട് ഉർവശി തിരിച്ചു വരാൻ വേണ്ടിയിട്ട്
കൽപ്പന ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ ആശാസ്യമായ കാര്യമാണ്. ഇത് ഉർവശിക്കുള്ളൊരു സന്ദേശമാണോ കൽപ്പനയുടെ? തീർച്ചയായിട്ടും അവളുടെ സന്ദേശം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരുപക്ഷെ ഞാനിപ്പോൾ ഈ വേദി കൽപ്പനയ്ക്ക് തരികയാണ്, ഉർവശിയോട് സംസാരിക്കൂ എന്ന് ഞാൻ പറഞ്ഞാൽ ഉർവശിക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കും? ഇല്ല ഇവിടെ സന്ദേശമൊന്നുമില്ല. ഞാൻ പറഞ്ഞ അവളോട് എന്ത് സന്ദേശം പറയാൻ? എന്നെക്കാളും 3 വയസ്സിനിളയെ കുട്ടിയാണ് അവള്. മറന്നുപോയി അവള്. ഇല്ല, അത് കൊച്ചു പിള്ളേർ അങ്ങനെയാണ്, സഹോദരങ്ങൾ അങ്ങനെ. അവർക്ക് അത്ര എന്നെക്കാളും 3 വയസ്സിന് താഴെ മെച്യൂരിറ്റി ആ കുട്ടിക്ക്, അതിന്റെ കൂടുതലല്ലേ എനിക്ക് വരത്തുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. എനിക്ക് ഇതിൽ പറയാനൊന്നുമില്ല. എനിക്ക് അവളോട് പറയാനുള്ള കാര്യം. അടുത്ത ഓണത്തിന് ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. തീർച്ചയായിട്ടും. താങ്ക് യു. ആണോ? ആണ് ആണ് ആണ്. ഇത് വാക്കാണ്? വാക്ക് വാക്ക് വാക്ക്. നടക്കട്ടെ. ശരി, നടക്കട്ടെ. ഒരു സിനിമയുടെ ക്ലിപ്പിക്കാൻ കാണിക്കും. എന്നിട്ട് തന്നെ അങ്ങ് മാറി നിൽക്കുന്നേ, ഇങ്ങോട്ട് വാ. ഇഞ്ചക്കാട മത്തായി ആൻഡ് സൺസ്. ഈ സിനിമ ഓർമ്മയുണ്ടോ? ഉണ്ട് ഉണ്ട്. ഈ സിനിമയുടെ ശില്പിയാരാണ്? അനിൽ ബാബു. അനിൽ ബാബു. ഇതൊക്കെ കൽപ്പനയുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ ഒരു തുടക്കമായിരുന്നോ അതെയോ? അല്ല, ഞങ്ങൾ ആദ്യം അവരുടെ ഗ്രൂപ്പിൽ അഭിനയിച്ച പോസ്റ്റ് ബോക്സ് നമ്പർ 27. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം അവിടെയാണ് മുമ്പിട്ട്? സൗഹൃദം ഇല്ലല്ലോ, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടേ ഇല്ലല്ലോ. ഇല്ല. അങ്ങക്ക് ബാബുജിയോട് ചോദിച്ചാലും അറിയാം. അനിലുമായിട്ട് ഒരു പ്രണയം പോലും ഉണ്ടായില്ല? അങ്ങനെയൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല. ഇല്ല, വെറും അറേഞ്ച്ഡ് മാരേജ്. അതെ. മൂപ്പർ അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ്. സംസാരിക്കാറില്ല. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഇവിടെ ഒരാളുണ്ട്. ഉണ്ട്. അങ്ങനെ വേണം ചേരാൻ. അല്ല, രണ്ടുപേരും സംസാരിക്കാതിരുന്ന ചത്തുകിടന്ന മനുഷ്യൻ പോലും വീട്ടിനകത്ത് കയറത്തില്ലല്ലോ. ആരെങ്കിലും ഒരാളെങ്കിലും മിണ്ടിയാലല്ലേ ആരെങ്കിലും ഒരാളൊരു ആവശ്യത്തിന് ഉതവാൻ വരത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും അട്രാക്ഷൻ. ഫുൾ ഇതാണല്ലോ. ഞങ്ങൾ കാഴ്ചയിലും ഒക്കെ വേറെ വേറെയാണ്. പക്ഷെ ഒരുപാട് ചേർച്ചകൾ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ സ്റ്റാർ ഒന്നാണ്, ഞങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നാണ്, ഇയറിന് മാത്രമേ വ്യത്യാസമുള്ളൂ. എല്ലാം നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ ഫുൾ വെജിറ്റേറിയൻ, പക്ക വെജിറ്റേറിയൻ, പക്ക നോൺ വെജിറ്റേറിയൻ. എൻ്റെ കളർ ഇത്, അദ്ദേഹം അങ്ങനെ. ഞാൻ അടിപൊളി പാട്ടിൻ്റെ ആള്, അത് അസൽ മറ്റേ ഈ ഡെസേർട്ട് അങ്ങനത്തെ സോങ്ങിൻ്റെ ആള്. ഗസൽ അതും സ്ഥിരം കേൾക്കുന്ന വ്യക്തിത്വമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, ഒത്തിരി കാര്യത്തിൽ. പക്ഷെ ഈക്വലായി ഒരുപാട് ചേർച്ചയും ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായി. ഈ ചേർച്ചകളൊക്കെ ആദ്യകാലത്ത് കണ്ടെത്തി. അതെ. പക്ഷേ പിന്നീട് ആ ചേർച്ചകളൊക്കെ പയ്യെ പയ്യെ അപ്രത്യക്ഷമായി. പയ്യെ അപ്രത്യക്ഷമായതല്ല, ഒരിക്കലും ഇല്ല. ചേർച്ചകളൊക്കെ അതുപോലെ തന്നെയാണ്. ഒരു ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ശരിയല്ല എന്ന് തോന്നി, അങ്ങനെയുള്ളൊരു അകൽച്ചയെ വന്നുള്ളൂ. കൽപ്പനയും അനിലും അകന്നു, കൽപ്പനയും അനിലും വേർപിരിച്ചു. ചില റസ്വാരസ്യങ്ങളും ഉണ്ടായി. അനിലും ചില കാര്യങ്ങൾ കൽപ്പനയെക്കുറിച്ച് പറഞ്ഞു. കൽപ്പനയ്ക്ക് ആ ജീവിതം അല്ലെങ്കിൽ ആ ദാമ്പത്യം അവസാനിച്ചതിൽ ഒരു ദുഃഖമുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളൊരു പൂച്ചയെ വളർത്തിയിട്ട് നമ്മൾ അത് ചത്തുപോയാൽ നമുക്ക് വിഷമമില്ലേ? അതിറങ്ങി പോയാൽ നമുക്ക് ദുഃഖമില്ലേ? ഒരു പൂച്ച, ഒരു വളർത്തു ജീവി പോയാൽ നമുക്ക് ദുഃഖമാണ്. ഒരു കിളി പറന്നു പോയാൽ, ലവ് ബേർഡ് നമ്മൾ വളർത്തുന്നു, ഒരു കിളി പറന്നു പോയാൽ, അപ്പോൾ ബന്ധങ്ങളെന്ന് പറയുന്നത് വലുതല്ലേ? ദുഃഖമില്ലാതൊരിക്കലിരിക്കൂല. വ്യാഴവട്ടക്കാരത്തോടും തീർച്ചയായിട്ടും ഒരുമിച്ച് ജീവിച്ച് ഏത് വ്യക്തിക്കും ഉണ്ടാവുന്ന കാര്യമാണ്. ദുഃഖം ഉണ്ടാവും നമുക്ക്. പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ടാജി, ആ ഒരു സർട്ടൺ സ്റ്റേജിൽ നമുക്കങ്ങനെ തോന്നി, പിരിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കൽപ്പന, ഞാൻ മനസ്സിലാക്കിയത് കൽപ്പനയുടെ സ്വഭാവത്തിൽ കൽപ്പന സ്ട്രഗിൾ ചെയ്തു. എന്താ കാരണം വെച്ചാൽ ഉർവശിയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ കൽപ്പന എന്നിലൂടെ പറയാൻ ശ്രമിച്ചൊരു കാര്യമുണ്ട്. എന്നോട് വിളിച്ച് സംസാരിച്ച കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവൾ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു കുടുംബത്തെ സംരക്ഷിച്ച് നിർത്തേണ്ട ഒരു ബാധ്യത അവൾക്കുണ്ടായിരുന്നു. അവളെ കുടുംബത്തെ സംരക്ഷിക്കണമായിരുന്നു. പക്ഷെ പിന്നീട് സ്വന്തം ജീവിതത്തിൽ വന്നപ്പോൾ കൽപ്പന അവിടെ പരാജയപ്പെട്ടു. അത് ബട്ടാജി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം ചെയ്ത സിനിമകളൊക്കെ അറം പറ്റി. എൻ്റെ ആത്മകഥയിൽ ഞാനത് എഴുതിയിട്ടുണ്ട്. അറം പറ്റിയ പോലായി. നമുക്കത് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്നു, ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നമ്മൾ പോകുന്ന വെയിൽ വരണം എന്നില്ല. അത് ചിലപ്പം പാഞ്ഞു വരുമ്പോഴായിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൽപ്പന ശ്രമിച്ചു, കുടുംബത്തെ ഒരുപാട് ശ്രമിച്ചു ബട്ടാസി. ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരാളിനെ കുറേ നാൾ കഴിഞ്ഞ് 10-17 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് അയാൾ ശരിയല്ല എന്ന് പറഞ്ഞതിൻ്റെ പേര് വേറെയാണ്. കാരണം ഈ കൂടെ ജീവിച്ച കാലമൊക്കെ നല്ല പേഴ്സണായിരുന്നു. ഏതോ ഇങ്ങനെ അറ്റം പറ്റി നമ്മൾ കഴിച്ച് വന്ന് ലാസ്റ്റ് കഴിക്കാൻ നേരത്താണ് അതിലൊരു പുഴു കിടക്കുന്നു എന്ന് പറയുന്ന പോലെ തോന്നിയത്. അപ്പം അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്താൻ, ഞാൻ മറ്റൊരു വ്യക്തിയെ ഞാൻ കുറ്റപ്പെടുത്തുന്ന ആളല്ല. അപ്പം പിന്നെ കർമ്മം എന്നേ പറയാൻ പറ്റൂ. അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കൽപ്പന കരഞ്ഞോ? കരയാത്ത കൽപ്പന ഒരിക്കലും കരഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ കരച്ചിൽ മൊത്തം അമ്മയുടെ മുമ്പിലാണ്. ഞാൻ പറഞ്ഞല്ലോ അങ്ങയോട്, എനിക്ക് കരച്ചിലല്ല വരുന്ന ബട്ടാസി. അതെന്താണെന്നറിയില്ല, ഈ നെഞ്ചിങ്ങനെ വിങ്ങിയിട്ട് നമ്മുടെ ഈ തുണിയൊക്കെ നമ്മൾ നനച്ച് പിഴിയില്ലേ, ആ ഒരു ഫീൽ ഇവിടെ വരും. അത് ഈ പിള്ളേരൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ബേസിക് എൻ്റെ ദുഃഖം അങ്ങനെയാണ്. എനിക്ക് കരയാം. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിയുടെ മുമ്പിൽ കരയരുത്. പൂജാമുറി കരയാം,
നിങ്ങളുടെ അമ്മയുടെ മുമ്പിൽ കരയാം, എൻ്റെ മുമ്പിൽ പോലും കരയാം. അമ്മയുടെ മുമ്പിൽ വിങ്ങി വിങ്ങി കരഞ്ഞു. അമ്മയുടെ മുമ്പിൽ കരയും ഞാൻ. പിന്നെ ആ സമയത്ത് പിന്നെ എനിക്ക് തോന്നി അമ്മയും കൂടെ വേദനിപ്പിക്കുന്ന എന്തിനാന്ന് തോന്നി. അപ്പം നാമം ജപിക്കും, സമയം കിട്ടുമ്പോൾ നാമം ജപിക്കാറുണ്ട്. ആ സമയത്ത് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആരുടെ മുമ്പിലും എനിക്ക് കരയാൻ ഇഷ്ടവുമല്ല. മാസികകളിലും പത്രങ്ങളിലും വന്നതായി കൊണ്ട് മാത്രം ഞാൻ ചോദിക്കുന്നതാണ്. കൽപ്പനയ്ക്കെതിരെ ഒരു വലിയൊരു പ്രസ്താവനകൾ അദ്ദേഹം നടത്തി, അഭിമുഖം നടത്തി, ഏതൊക്കെ വാരികയിൽ പറഞ്ഞു എനിക്ക് കൽപ്പന മരണത്തെക്കാൾ ഭയമാണ് കൽപ്പനയെ. ആയിരിക്കാം. ഒരാളൊരു മോശമായിട്ടൊരു അല്ലെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യുന്നത് യൂഷ്വൽ അല്ലേ? ഇല്ലേ? ചോദ്യം ചെയ്യാറില്ലേ? എന്നെ ഇപ്പം നമുക്കെതിരെ എന്തെങ്കിലും ഒന്ന് വന്നാൽ അത് ആരായാലും എന്ത് പറ്റി, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്നത് യൂഷ്വലാണ്. ഞാൻ ആശുപത്രി കിടന്നപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല, അതൊക്കെ വിട്ടാജി അനിൽ പറയുന്നു. ആയിരിക്കാം. അത് വിട്ടാജി അതിൻ്റെ ആ രീതിയിലൊക്കെ നമ്മളിപ്പോൾ രാമായണം അല്ലെങ്കിൽ നമ്മൾ മഹാഭാരതം എടുക്കുമ്പോൾ തുടക്കത്തിലേ നമ്മൾ തുടങ്ങി കഥകളും ഉപകഥകളും ഒക്കെ ആയിട്ട് ഒത്തിരി നീളുമ്പോഴാണ് മഹാഭാരതമാവുന്നത്. മഹാഭാരതമാവാൻ എനിക്ക് താല്പര്യമില്ല. ഒരു പാഠം മതി എൻ്റെ ലൈഫ്, ഒറ്റയേട് ഗാന്ധി, അത് മാത്രം പിടിച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞോട്ടെ, അത്രയ്ക്കല്ലേ അദ്ദേഹം പറഞ്ഞു. കൽപ്പനയെ കുറിച്ചുള്ള മതിപ്പെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നപ്പോൾ ഞാൻ കൽപ്പന എന്നുള്ള ഒരു വ്യക്തിയെ ഞാൻ ഒരു അനാട്ടമി നടത്തുകയാണെങ്കിൽ എനിക്കുള്ളൊരു മതിപ്പിൻ്റെ ഒരു ഘടകം അദ്ദേഹം ഇത്രത്തോളം നീണ്ട ഒരു അഭിമുഖം ഈ ആരോപണങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത് എല്ലായിടത്തും ഒരുപാട് പേര് വൈറ്റ്സ് ആണ്. അതായത് കോടമ്പക്ക സംസ്കാരമാണ് കൽപ്പനയ്ക്ക്, അമ്മയുടെ തടവറയിലാണ്, പിന്നീട് തിരിച്ചറിയും, എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ വെച്ചെങ്കിൽ പോലും അതേ അനിലെന്ന് പറഞ്ഞ എനിക്കെതിരെ ആക്ഷേപങ്ങൾ പറഞ്ഞു വരത്തി എന്ന് പറഞ്ഞെങ്കിൽ പോലും കൽപ്പന ഒരു വാചകം പോലും അദ്ദേഹത്തിനെതിരെ പറഞ്ഞുകൂടാ. ബ്രിട്ടാസി വേണമെങ്കിൽ കൽപ്പനയ്ക്ക് അദ്ദേഹത്തിന് ഉണ്ടാകാം, മറ്റേ ഉണ്ടാകാം, വേറെ ബന്ധങ്ങളുണ്ട്, ബാംഗ്ലൂർ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ വേണം ഇല്ലാത്തതും പറയാം ബ്രിട്ടാസി, നമുക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പൊതുവേ ബേസിക് ഞങ്ങളെ പഠിപ്പിച്ച കാര്യത്തിൽ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു, അങ്ങേക്കിപ്പോൾ ഇൻഡസ്ട്രി ചോദിച്ചാൽ അറിയാം, ആരെക്കുറിച്ച് ഞങ്ങൾ പ്രദൂഷണം പറയാറില്ല, കുറ്റം പറയാറില്ല. ഇപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞു കേട്ടോണ്ട് നിൽക്കുക, തലയാട്ടുക, അഭിപ്രായം പറയരുത്. അതല്ലാതെ മറ്റൊരു വ്യക്തിയെ പറയാത്ത ഞാനാണോ 16 വർഷത്തെ ബന്ധമുള്ള അദ്ദേഹത്തിനെ കുറിച്ച് പറയണേ? എൻ്റെ കുട്ടിയുടെ അച്ഛനാണ് അദ്ദേഹം, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ്. കൽപ്പന ഇനി ക്ഷമിക്കാൻ തയ്യാറാണ്? ഞാനോ? എനിക്ക് ക്ഷമയുണ്ട്, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, എനിക്ക് ക്ഷമയുണ്ട് ബ്രിട്ടാജി. ഞാൻ അങ്ങയോട് പറഞ്ഞല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു സമയദോഷം നമുക്ക് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരാൾ പറഞ്ഞു, നിങ്ങൾ രണ്ടും അത്തക്കാരാണ്, അപ്പോൾ രണ്ടുപേർക്ക് 7 ശനിയാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിരിയാൻ ചാൻസ് ഉണ്ടെന്ന് ഞങ്ങൾ രണ്ടുപേർക്കും ഒരു വ്യക്തി പറഞ്ഞു, വലിയ ജോത്സ്യൻ. അപ്പോൾ അത്ത നക്ഷത്രമാണ് ഇങ്ങനെയൊക്കെ മോശം. അപ്പോൾ അപ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല. കർമ്മമാവാം ബ്രിട്ടാസ്ജി. ഇതിൽ ആരെയും അദ്ദേഹത്തിനെ പഴിക്കാനോ വേറെ ആളെ പഴിക്കാനോ ഞാൻ തയ്യാറല്ല. ഇത് കൽപ്പനയ്ക്ക് ഇപ്പോൾ റിഗ്രറ്റ് ഇല്ല, ഒരു ഖേദമൊന്നുമില്ല. എനിക്ക് ഖേദമില്ല ബ്രിട്ടാസ്ജി. ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ നമ്മൾ കൽപ്പനയുടെ മകള് വളർന്നു വരുന്നു. അതെ അതെ, ഒരു കലാകാരിയാവൂ ബ്രിട്ടാസ്ജി. നല്ല ഫേസ് ഒക്കെയാണ് മോളുടെ, പക്ഷേ ഭയങ്കര വർത്തമാനമൊക്കെ വളരെ കുറവ്, ഓവർ സെന്റിമെന്റലും ആയിപ്പോയി അവള്. അവൾ അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞത് ആർട്ട് ഫിലിമിലെ നായികയാകാൻ സാധ്യത. ആർട്ട് ഫിലിം ആണോ ഇനി വല്ല ബുദ്ധനെ പോലെ ആവുമെന്നും എനിക്ക് സംശയം. വീട് വിട്ടിറങ്ങി ഞാൻ പറഞ്ഞു, മുമ്പേ പറഞ്ഞേക്കണം, എനിക്ക് ആഭരണമൊക്കെ എനിക്ക് ഇഷ്ടത്തിന് എടുത്തിടണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. കാരണം അവള് പറയുന്നത് എന്നോട് പറഞ്ഞു, സ്വർണ്ണം ഇനി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു എന്നോട്. അതെന്താ എന്നോട് പറയണ, ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ആ ആന്റി വന്നിട്ട് 1 ഗ്രാമിന്റെ മാലയായിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സ്വർണ്ണം ഇടുമ്പോൾ ആന്റിക്ക് എന്ത് ഫീൽ ചെയ്യും? എന്നോട് പറഞ്ഞു എടുത്ത് കൊടുത്തേക്കാൻ പറഞ്ഞു, അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ വീതിച്ച് കൊടുത്തോളാൻ പറഞ്ഞു, മറ്റുള്ളവർക്ക് കൊടുത്തേക്ക്, എനിക്ക് വേണ്ട, ഞാൻ വലുതായി സമ്പാദിച്ചോളാം എന്നാണ് അവൾ പറയണേ. പിന്നെ എന്ത് കയ്യിലിരുന്നാലും ആര് ചോദിച്ചാലും കൊടുക്കും. വളരെ ഞാൻ പറയില്ലേ, അത് ഞാൻ ചെയ്ത പുണ്യമാണ്, അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയെന്നുള്ളതാണ് എനിക്ക്. അത്ര നല്ലൊരു മോളെ കിട്ടിയത് ഞാൻ ചെയ്ത ഭാഗ്യമാണ്. മകൾക്ക് എന്ത് പാട്ടാ? കൽപ്പന നല്ലൊരു പാട്ടുകാരിയാണ്. കൽപ്പനയുടെ അമ്മ തന്നെ പറയാറുണ്ട്, കൽപ്പനയുടെ പാട്ട് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. കൽപ്പന മോൾക്ക് ഏത് പാട്ടാ പാടി കൊടുക്കുക? ഞാൻ പാടാനോ? എന്നോട് പറഞ്ഞു വിടും പ്രോഗ്രാമിൽ, ചാനലിൽ ചെല്ലുമ്പോൾ, നിന്നെ കാണാൻ എന്നെ കാണും, അതാണ് ഇന്ന് പാടാൻ പോകുന്നത്, അതാണ് നീ ഇപ്പൊ സംസാരിക്കാൻ. എന്റെ മോള് തലയിട്ട് കുറച്ച് ആട്ടുണ്ട്, തലയിൽ പാടാൻ പോകുന്നത്. ഞാൻ അതല്ല, ആ ഒരൊറ്റ പാട്ടും പഠിച്ചോണ്ടാണോ നടക്കുന്നത്? അപ്പോൾ ഞാൻ പാടിയാൽ ഞാൻ കാണുവാവേ, ഞാൻ പാടിയത് കാണുന്നു, അയ്യോ എന്റെ ദൈവമേ, എനിക്ക് അങ്ങോട്ട് കാണാനേ വയ്യ. നിന്റെ മുഖമേ കണ്ടോണ്ടിരിക്കുന്നത് വലിയ അനുഗ്രഹം. എന്റെ കൂടെ അംഗം മൊത്തം മോൾ എന്നെ കരുതിയിരിക്കുന്നത് അവളുടെ മൂത്ത ഒരു കുട്ടിയായിട്ടാണ് എന്നെ കണ്ടിരിക്കുന്നത്. അവളുടെ മോളായിട്ട് അവൾ സ്കൂളിൽ പറഞ്ഞു, ചോയ്സിൽ അവള് പറഞ്ഞു, ഞാൻ എൻ്റെ എനിക്ക് അമ്മയുടെ ഒരു ലെറ്റർ വാങ്ങിച്ചു, അമ്മയെ കുറിച്ച് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞു. അപ്പൊ എന്റെ അമ്മയാണ് അവൾ അമ്മ എന്ന് വിളിക്കുന്നത്. അപ്പൊ ചോദിച്ചു, കൽപ്പനയല്ലേ മകളാണ്, എനിക്കത് ഫ്രണ്ടിനെ പോലാണ്, അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റില്ല. എഴുതിയില്ല അവള്. അപ്പൊ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മകള് ശാസിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്കല്ല, എല്ലാം ശാസിക്കും. എന്റെ അടുത്ത് പല കാര്യങ്ങളും പറയും, ടീഷർട്ട് ഇടാൻ പാടില്ല, അങ്ങനെയുള്ള.
മോള് കേൾക്കുന്ന ഒരുതരം ഗസൽസ് ഒക്കെ ഇല്ലേ ഇപ്പൊ ബോംബെയില് ഹിന്ദി ഒരു ഫേമസ് ഒരു ഗസൽ സിംഗറിനെ അത് ഫുൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ട്യൂൺ അവളുടെ ഒരു കൂടെ പഠിക്കുന്ന കുട്ടി അയ്യോ ഇംഗ്ലീഷ് ഒക്കെ നമ്മുടെ 7000 വന്നാൽ എനിക്ക് കൈ വരും. പിന്നെ അത്ര സ്ലോ പഞ്ചേ ഞാൻ കേൾക്കാറില്ല. പിന്നെ അപൂർവം ചില പാട്ടുകൾ ഇപ്പൊ മേരെ നൈന സാവന് ബാജോ എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ എന്റെ ഞാൻ പാടൂല ബട്ടാജി, പാടുപെടും അതൊക്കെ. നമ്മൾ അതൊക്കെ പാടുപെടുന്ന കേസുകളാണ്. അതെ കെട്ടുപൊട്ടും. ഇത് അങ്ങനത്തെ സ്ലോ പാട്ട്. പിന്നെ ബഹളം ഇഷ്ടമല്ല, TV ഉറക്ക വെക്കുന്ന കുട്ടിയല്ല. അവളോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ ക്രൂരത അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു പാട്ട് പാടി കൊടുക്കുന്നത്. പലവട്ടം കണ്ടതാണു ഞാൻ കോളേജിൻ മൈതാനത്ത് പലരെയും തോണ്ടുന്ന നീ ഫ്രോഡല്ലേ. പലവട്ടം കണ്ടതാണു ഞാൻ കോളേജിൻ മൈതാനത്ത് പലരെയും തോണ്ടുന്ന നീ ഫ്രോഡല്ലേ. ചതിയാണി നിൻ പ്രേമം ഒരുക്കുന്നു ഞാൻ നിന്നെ പഞ്ചാരക്കണക്കിന് തൂങ്ങണ വഞ്ചകനല്ലേ നീ. പലവട്ടം കണ്ടതാണു ഞാൻ കോളേജിൻ മൈതാനത്ത് പലരെയും തോണ്ടുന്ന നീ ഫ്രോഡല്ലേ. കൽപ്പന വളരെയധികം നന്ദി. ഇത്രയും സമയം ഒരുപക്ഷെ കൽപ്പനയ്ക്ക് ഒരു നിമിഷം പോലും ബോറടിച്ചിട്ടില്ലല്ലോ? ഒരിക്കലും ഇല്ല. ഒരുപാട് കാര്യം ഇനിയും പറയാൻ തയ്യാറായിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ഇന്റർവ്യൂ ഇതൊക്കെ പറയും. ഓക്കെ. അതുവരെ പ്രേക്ഷകർക്ക് ഞങ്ങൾ രണ്ടുപേരും നന്ദി, നമസ്കാരം. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലെന്തും തമ്പൂരട്ടി നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലെന്തും തമ്പൂരട്ടി നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ ഇനി ഞാനും മറന്നിടാം, നല്ലച്ഛനും മറന്നിടാം. മറന്നിടുക സീതന മുതല് വേറെയുണ്ട്. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലെന്തും തമ്പൂരട്ടി നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ